ചിരിയുടെ ശബ്ദത്തിൽ നിറഞ്ഞിരിക്കുന്നു പേടി. ഈ വീടിന്റെ ഓരോ മൂലയ്ക്കും അതിന്റെ കാരണമറിയാം. പറഞ്ഞ കാര്യങ്ങളൊന്നും നേരല്ല. പക്ഷേ നേരെന്താണോ അത് ഇതുവരെയും പറയപ്പെട്ടില്ല. ഇത് വെറും വീടല്ല, ജീവനുള്ള സത്യമാണ്. അത് ഇന്ന് വന്നിരിക്കുകയാണ്. അതാണ് അടുത്തത്. തൃഷ ബിഗ് ബോസ് സെറ്റിൽ നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നടന്നു പോവുകയാണ്. ചുറ്റിലും നല്ല മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും വളരെ ആഘോഷത്തിലാണ്. ഈ ആഘോഷങ്ങൾക്കും ശബ്ദത്തിനുമിടയ്ക്ക് അവൾ വളരെ ശാന്തമായി ചെന്നിരുന്നു. അവൾ തന്റെ കയ്യിൽ ഒരു കയറ് സ്ട്രോങ് ആയി പിടിച്ചിരുന്നു. പിന്നെ അവൾ മുൻപിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ ശബ്ദത്തിനിടയ്ക്ക് കുറച്ചു ദൂരത്ത് കൺഫെഷൻ റൂമിനകത്ത് ശാന്തത നിറഞ്ഞിരുന്നു. അവിടെ തൃഷയുടെ ശരീരം മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവൾ ഒരു അനക്കവുമില്ലാതെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു വശത്തുണ്ടായിരുന്ന കണ്ണാടി ചുമരിൽ അവളുടെ ശരീരം വളരെ ക്ലിയറായി കാണാൻ സാധിക്കുന്നു. ആളില്ലാത്ത ആ മുറിയിൽ ഈ കാഴ്ച വല്ലാതെ കുഴപ്പമുണ്ടാക്കി. മുംബൈയിലെ നൈറ്റ് ക്ലബിന്റെ ചുറ്റുപാടാണ് നമ്മൾ കാണുന്നത്. അകത്ത് ഗൗരവ്, ശ്രുതി, അർജുൻ പിന്നെ മീര ഒരു ലാഞ്ച് ഏരിയയിൽ ഇരിക്കുകയാണ്. വളരെ സമാധാനത്തോടുകൂടി അവരുടെ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷവും ചിരിയും നിറഞ്ഞിരിക്കുന്നു. അവരുടെ മുഖത്ത് സന്തോഷവും ശാന്തതയും കാണാൻ സാധിക്കുന്നു. മാത്രമല്ല അവർ വളരെ സന്തോഷമായി ഫീൽ ചെയ്യുന്നു. This one is for Gaurav. എല്ലാരും ഗ്ലാസ് എടുക്കുന്നു. അവന് വേണ്ടി ചിയേഴ്സ് പറയുന്നു. അർജുൻ ഉടനെ പുറകിലോട്ട് ചാഞ്ഞു. എന്നിട്ട് തന്റെ സീറ്റിൽ വളരെ സന്തോഷത്തോടെ ഇരുന്നു. ഇവിടെ നോക്ക്, ഇത് നമ്മൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് സെലിബ്രേഷൻ ആണ്. അതിനുശേഷം നീ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പൂർത്തിയായിട്ട് പോകുന്നോ എന്തോ? എന്നേക്കുമായല്ല, എന്നാലും സെറ്റിലാകാൻ പോവുകയല്ലേ? അതേടാ. ശരി, അവിടെ പോയതിനു ശേഷം എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഷോസ് പ്രൊഡ്യൂസ് ചെയ്യും. വേറെന്താ? എല്ലാരും ഭയങ്കരമായി ചിരിച്ചു. പക്ഷെ ഞങ്ങൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ പെട്ടെന്ന് ഫോറിനിൽ ചെന്ന് സെറ്റിലാകുമെന്ന്. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഡാഡിന്റെ ഷോവും ക്ലോസ് ആയി പോയി. അതുകൊണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിരിക്കട്ടെ ഗൗരവ്, ഇപ്പോൾ നീ പോകാൻ അങ്ങനെ എന്താണ് സംഭവിച്ചത്? പറ. എന്താ പറയുന്നു? ചേട്ടാ, നീ ഉണ്ടല്ലോ, നിനക്ക് എന്താ പറ്റിയത്? മുഴുവനും പറഞ്ഞിട്ട് പോടാ. നീ എന്തിനാ പെട്ടെന്ന് ഷോ ക്ലോസ് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലേ, TRP കുറഞ്ഞു പോയി, അതുകൊണ്ടാണ്. ഇത് മറ്റുള്ളവർക്ക് പറയുന്ന റീസൺസ്ടാ. ശരിക്കുമുള്ള റീസണെ നീ പറയില്ലേ? അതെ, TRP ഒരു കാരണമായിരിക്കില്ല. സീസൺ 13 നിന്റേത് വളരെ ഹിറ്റായതാണ്. പക്ഷെ നീ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തല്ലോ. ഡോണ്ട് മൈൻഡ്. പക്ഷെ ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. ചേട്ടാ, നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നു. പറയുന്നല്ലേ, ഇന്റർണൽ ആയിട്ട് ഒന്നുമില്ല, അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്. TRPയിൽ നിന്ന് ഇപ്പോൾ ഇന്റർണൽ ആയി പോയോ? ശരി, ഇതൊക്കെ വിട്. ഇത് നമ്മളുടെ ലാസ്റ്റ് പാർട്ടിയാണ്. ഇതിനുശേഷം എപ്പോൾ മീറ്റ് ആവുമെന്ന് അറിയില്ല. ലെറ്റ്സ് ഡു സംതിങ്. വാട്ട് യു മീൻ ബൈ സംതിങ്? നമ്മൾ എല്ലാവരും ഇന്ന് ബിഗ് ബോസ് സെറ്റിന്റെ അകത്ത് പോവാം. വെറുതെ സംസാരിക്കല്ലേ. ആ സെറ്റിനെ ക്ലോസ് ചെയ്ത് 3 കൊല്ലങ്ങളായി. അവിടെ ഒരുപാട് മുരുക്കുണ്ടാവും. ഇപ്പൊ നീ എന്തോ കാരണം പറയുന്നു. നോക്ക്, ഇക്കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഓർമ്മിക്കുന്നത്. അതേടാ, പ്ലീസ് എന്തെങ്കിലും അഡ്വഞ്ചർ ആയിട്ട് ചെയ്യണമല്ലേ? ഒരു വിഷയം കൺഫേം, ഇനി മാത്രം നീ ഞങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ടു പോയാൽ അതിനുശേഷം എപ്പോഴും ഇത് പറ്റി ഞങ്ങൾ സംസാരിക്കില്ല. ബട്ട് ഡിയർ, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ചേടാ, ഇതിൽ പേടിക്കാനായിട്ട് എന്തുള്ളത്? അവിടെ പോകുന്നു, കുറച്ച് സമയം ഇരുന്ന് പിന്നെ തിരിച്ചു വന്നേക്കാം. ഗൗരവ് കുറച്ചു സമയം ചിന്തിച്ചു. ശരി, ഓക്കെ, ബട്ട് പ്ലീസ് ഒരുപാട് സമയം അവിടെ ഉണ്ടാവാൻ പാടില്ല. പോയിട്ട് വേഗം തിരിച്ചു വരണം. എല്ലാരും അവൻ പറഞ്ഞത് അംഗീകരിച്ചു. അതിനുശേഷം ആ സെറ്റിനെ നോക്കി ചെന്നു. അവർ ഗേറ്റിനടുത്തേക്ക് ചെന്നു. പിന്നെ ഗൗരവ് കാറ് നിർത്തി. 4 പേരും താഴേക്കിറങ്ങി. ഗൗരവ് ഗേറ്റിലുണ്ടായിരുന്ന പൂട്ട് നോക്കി. ചുറ്റിലും ആരെങ്കിലും ഉണ്ടോന്ന് നോക്കി. ഏതോ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ അവിടെ തേടുകയായിരുന്നു. അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അവൻ തന്റെ കൂട്ടുകാരെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഈ പ്ലാൻ ഉപേക്ഷിക്കാമെന്ന് തീരുമാനമെടുത്തു. കണ്ടില്ലേ, ഗേറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. വരൂ, തിരിച്ചു പോയേക്കാം. ചേട്ടാ, ഗേറ്റ് അല്ലേ ക്ലോസ് ആയിട്ടുണ്ട്? നിനക്ക് ബ്രെയിൻ ഉണ്ടല്ലേ? അർജുൻ കാറിന്റെ ബൂട്ടിൽ നിന്നും ഒരു ക്രോ ബാർ എടുത്തു. എന്നിട്ട് പൂട്ട് ഉടച്ചു. പക്ഷെ ഗൗരവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടാ, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആവശ്യമില്ലാതെ പ്രശ്നം വരും. എന്തായാലും നീ ഇതൊക്കെ കളഞ്ഞിട്ട് പോകാൻ പോവുകയാ. വാ. 4 പേരും അതിനകത്തേക്ക് കയറി ചെന്നു. അവർ 4 പേരും അകത്തേക്ക് കയറിയതും അവിടെ ഒരു വ്യത്യാസമായ ശാന്തത അനുഭവപ്പെട്ടു. പിന്നെ ക്ലൈമറ്റ് പെട്ടെന്ന് താഴേക്കിറങ്ങി. അവർ മാറി മാറി സംസാരിച്ചുകൊണ്ട് മുൻപിലേക്ക് നടന്നു. പക്ഷെ അവർ 4 പേർക്കും ഈ മാറ്റം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഗൈസ്, നിങ്ങൾക്ക് ഫീൽ ആകുന്നില്ലേ? എന്ത്? പുറത്ത് അത്ര തണുപ്പൊന്നുമില്ല, പക്ഷെ ഇവിടെ നന്നായി തണുക്കുന്നുണ്ട്.
നീ പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ നമ്മൾ കാടിന് നടുക്കല്ലേ ഉള്ളത്, അതുകൊണ്ടും ആയിരിക്കാം. ഹൊറർ മൂവി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറച്ച് സമയത്തിനകം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്റ്റാർട്ട് ആവും. എല്ലാരും ചിരിക്കാൻ തുടങ്ങി. അവർ കൺട്രോൾ റൂമിനടുത്തേക്ക് ചെന്നു. അവിടെ പൊടി പിടിച്ച് ചിലന്തി വല പിടിച്ചിരിക്കുകയായിരുന്നു. മെഷീനറീസ് ഒക്കെ അവിടെ അങ്ങനെ കാണപ്പെട്ടു. അതായത് സമയം അവിടെ നിലച്ചു പോയതുപോലെ. ഗൗരവ് ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ മറ്റവരെല്ലാം ഓരോ സ്ഥലങ്ങളിലായി ചെന്ന് എല്ലാം ചുറ്റി നോക്കുകയായിരുന്നു. ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലേ. ഇവിടെ ഇത്രയും മെഷീൻസും പിന്നെ ഇതെല്ലാം എങ്ങനെയായിരിക്കുന്നെന്നാൽ ഏലിയൻ ഇപ്പൊ തന്നെ വന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് പോലെയുണ്ട്. അവർ കുറച്ചു സമയം ചിരിച്ചു. പക്ഷെ പെട്ടെന്ന് ആ ശാന്തതയിൽ പൈപ്പിൽ നിന്നും വെള്ളം വരുന്ന ശബ്ദം കേട്ടു. പിന്നെ അവരുടെ ചിരി നിന്നുപോയി. ഗൗരവ് പുറത്തേക്ക് എത്തി നോക്കി. ആരാണ്? മറ്റൊരു വശത്തു നിന്നും ഒരു ശബ്ദവും വന്നില്ല. ശബ്ദം ഗ്രീൻ റൂമിൽ പ്രതിഫലിച്ചു. ഗൗരവും മറ്റുള്ളവരും മാറി മാറി വളരെ പേടിയോടെ നോക്കിക്കൊണ്ടേ നിന്നു. പക്ഷെ ആ പേടിയും കടന്ന് അവർ അവിടെ ചെന്ന് നോക്കാൻ തീരുമാനിച്ചു. ഒരു പക്ഷേ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്നു. അതുപോലുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഇത് ശരിക്കും വൃത്തികെട്ട കളിയാണ് ഗൗരവ്. ശരിക്കും എനിക്ക് ഒന്നും അറിയില്ല. എന്താ തോന്നുന്നു വെച്ചാൽ ഗ്രീൻ റൂമിൽ ടാപ്പ് ലീക്ക് ആവുമെന്ന് തോന്നുന്നു. അവൻ പറയുന്നത് സത്യമായിരിക്കും. വരൂ, നമ്മൾ എല്ലാരും ചെന്ന് അവിടെ ചെക്ക് ചെയ്യാം. ഓരോരുത്തരായി ആ ഗ്രീൻ റൂമിനെ നോക്കി ചെല്ലാൻ തുടങ്ങി. പിന്നെ അവരുടെ കാലടി ശബ്ദം അവിടെ മുഴുവനും കേൾക്കാനും തുടങ്ങി. 4 പേരും ഗ്രീൻ റൂമിനകത്തേക്ക് ചെന്നു. അവരുടെ ലെഫ്റ്റ് സൈഡിൽ ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ പൈപ്പിൽ നിന്നും വെള്ളം വരുന്നത് ക്ലിയർ ആയി കേൾക്കുന്നുമുണ്ട്. മീരയും ശ്രുതിയും പേടിച്ചിരിക്കുകയാണ്. അവരുടെ ശ്രദ്ധ മുഴുവൻ ബാത്റൂമിന്റെ കതകിൽ തന്നെയായിരുന്നു. ഗൗരവ് ഹാൻഡിൽ പിടിച്ചു. പക്ഷെ എന്തോ സംസാരിച്ചു. അവന്റെ മുഖത്തെ പേടി നന്നായി കാണാൻ സാധിച്ചു. അർജുൻ ഒരു പേടിയും ഇല്ലാതെ മുൻപിലോട്ട് നടന്നു ചെന്നു. ചേടാ, എന്താടാ നീ? എല്ലാ കാര്യങ്ങളെയും ഇതുപോലെ സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ലായിരുന്നു. അർജുൻ ഗൗരവിനെ മാറ്റി നിർത്തി കതക് ചവിട്ടി. ആ കതകിനെ അവൻ തുറന്നു. അവൻ അതിനകത്തേക്ക് കയറി. പക്ഷെ പുറകിൽ നിന്നും പെട്ടെന്ന് കതക് മൂടി. പിന്നെ ഉച്ചത്തിൽ ക്ലിക്കെന്നൊരു ശബ്ദത്തോടെ കതക് ലോക്കായി. അർജുൻ 2 പ്രാവശ്യം നിലവിളിച്ചു. അവന്റെ ശബ്ദം ആ ശാന്തത നിറഞ്ഞ റൂമിൽ കേട്ടു. പിന്നെ പെട്ടെന്ന് ഒരു ശാന്തത നിറഞ്ഞു. പുറത്ത് ഗൗരവ്, മീര പിന്നെ ശ്രുതി കതക് തുറക്കാനുള്ള ശ്രമത്തിൽ ആ കതകിലേക്ക് തട്ടി നോക്കി. അവർക്ക് സംഭവിച്ച പരാജയം കാരണം അവരുടെ പേടി വീണ്ടും കൂടിക്കൊണ്ടേയിരുന്നു. അർജുൻ നിനക്കൊന്നും പറ്റില്ലല്ലേ? അർജുൻ എന്തെങ്കിലും പറയേ. അകത്തു നിന്ന് ഒരു ശബ്ദവും വന്നില്ല. അവരൊന്നും തന്നെ മിണ്ടാതെ ആകെ പേടിച്ചു നിലച്ചുപോയി. ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ബാത്റൂമിന്റെ കതക് തന്നെത്താനെ തുറന്നു. അകത്ത് അർജുൻ മരിച്ച് അവന്റെ ബോഡി കിടക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ തുറന്നു തന്നെ ഇരുന്നു. തല തറയിൽ ഇടിച്ചതുപോലെ ഇരുന്നു. ഉടനെ മീരയും ശ്രുതിയും വല്ലാതെ പേടിച്ചു. ഒരു വാക്കുപോലും മിണ്ടാതെ 3 പേരും അവിടെ നിന്ന് മെയിൻ വാതിലിനടുത്തേക്ക് ഓടിച്ചെന്നു. അവരുടെ കാലടി ശബ്ദം അവിടെ മുഴുവനും കേൾക്കാമായിരുന്നു. പടിക്കെട്ടുകളിൽ കൂടി ഓടി അവരവരുടെ ജീവൻ രക്ഷിക്കാനായി ഓടിക്കൊണ്ടേയിരുന്നു. അവർ ഗേറ്റിനടുത്തേക്ക് ചെന്നു. അവിടെ നിന്നും പുറത്തു കടക്കാനായി കതക് തട്ടി. പക്ഷേ വിശ്വാസം അവർക്ക് നഷ്ടമായി. കാരണം ഗേറ്റ് മൂടിയിരിക്കുകയാണ്. അവർ ശരിക്കും കുടുങ്ങിയെന്ന് അവർക്ക് മനസ്സിലായതും തന്നെ അവരുടെ മനസ്സിൽ വല്ലാത്ത പേടിയും ഞെട്ടലും ഉണ്ടായി. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞില്ലേ ഈ സ്ഥലത്തേക്ക് വരണ്ട എന്ന്. എന്താണ് നടക്കുന്നത് ഗൗരവ്? അതാരാണ്? അത് എനിക്ക് എങ്ങനെ അറിയും? സെക്യൂരിറ്റി. മറ്റൊരു വശത്തു നിന്നും ഒരു മറുപടിയും വന്നില്ല. പരാജയം സമ്മതിച്ചിട്ട് അവർ ഗേറ്റിനരികിലായി ചെന്നിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ശ്രുതി പാവം കരഞ്ഞുകൊണ്ടേയിരുന്നു. അർജുൻ മരിച്ചത് അവളെ വല്ലാതെ തകർത്തു കളഞ്ഞു. അർജുൻ അർജുൻ നമ്മൾ വേഗം തന്നെ പോലീസിന് ഫോൺ ചെയ്യണം. മീര ശ്രുതിയെ എങ്ങനെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവളുടെ നഷ്ടത്തെ അവൾ വിഷമത്തോടെ അംഗീകരിച്ചു. ഗൗരവ് തന്റെ ഫോൺ എടുത്തു, വളരെ വിശ്വാസത്തോടുകൂടി. പക്ഷേ ഫോൺ കയ്യിലെടുത്തു നോക്കിയപ്പോൾ അതിൽ സിഗ്നൽ ഇല്ലെന്ന കാര്യം അവന് മനസ്സിലായി. നെറ്റ്വർക്ക് വർക്കായില്ല. എന്തുപറ്റി? ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നിങ്ങൾ 2 പേരും വേഗം നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യൂ. മീര തന്റെ ഫോൺ എടുത്തു. ശ്രുതിയും തന്റെ ഫോണിൽ ചെക്ക് ചെയ്തു നോക്കി. 2 പേരുടെ ഫോണിലും സിഗ്നൽ തീരെ ഇല്ലായിരുന്നു. യാതൊരു നെറ്റ്വർക്കും ഇല്ല, ഒരു സിഗ്നലും ഇല്ല.
ഒന്നും തന്നെ ഇല്ല. ഞങ്ങളുടെ ഫോണിലും നെറ്റ്വർക്ക് ഇല്ല. ഗൗരവ് കുറച്ചു സമയം ദൂരെ നോക്കി ആഴ്ന്നു ചിന്തിച്ചു. അതിനുശേഷം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് നമുക്ക് സേഫ് അല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാം, വേഗം തന്നെ ബാക്ക്ലാൻഡിലേക്ക് പോവാം. അവിടെ ഉള്ള വാളിന്റെ പുറത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് ശബ്ദമിട്ടാൽ ആർക്കെങ്കിലും കേൾക്കും. മീരയും ശ്രുതിയും അവൻ പറഞ്ഞത് കേട്ട് ശരിയെന്ന് തലയാട്ടി സമ്മതിച്ചു. അങ്ങനെ 3 പേരും പുറകിലുള്ള റാണിനെ നോക്കി ചെന്നു. പുറകിലുള്ള റാണിന്റെ വഴി അതേ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി. എവിടെ നിന്നാണോ അവർ പുറത്തേക്ക് വന്നത് അവിടേക്ക്. അവിടെ അവരൊരു ടേണിങ് കണ്ടു. പിന്നെ കുറച്ചു മുൻപിലോട്ട് നടന്നു. പക്ഷെ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി, അതായത് മീരയെ കണ്ടില്ലെന്ന്. അവർ പേടിച്ചുകൊണ്ട് മീരയുടെ പേര് വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി. അവർ ഒരു റൂമിനകത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മീര അവിടെ തറയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. അവർ അവളെ ചെന്ന് തൊടാനായി ശ്രമിച്ചു. അവളെ പതുക്കെ മുൻപിലോട്ട് തിരിച്ചപ്പോൾ കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. നോക്കിയപ്പോൾ എല്ലുകളൊക്കെ പൊട്ടി ചിതറാൻ തുടങ്ങിയിരുന്നു. പിന്നെ കണ്ണിന് കാണാത്ത ഒരു ശക്തി അവളെ ഒരു മുറിയുടെ അകത്തേക്ക് വലിച്ചുകൊണ്ടു പോവുകയായിരുന്നു. ഗൗരവും ശ്രുതിയും അവളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവളോടൊപ്പം ചേർന്ന് കുടുങ്ങിപ്പോയി. പിന്നെ ഒരു പാവയുടെ തല പോലെ മീരയുടെ തല വ്യത്യാസമായി ഒരു വശത്തേക്ക് തിരിയാൻ തുടങ്ങി. അവൾ ഗൗരവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ മുഖം വളരെ ഭയങ്കരമായും വികാരമായും മാറി. അവളെ കണ്ടതും തന്നെ ഗൗരവ് അവളുടെ ദേഹത്തു നിന്നും കൈയെടുത്തു. അവൻ കുറച്ചു പുറകിലോട്ട് ചെന്ന് നിലവിളിക്കാൻ തുടങ്ങി. മീര ആ മുറിയുടെ അകത്തേക്ക് വലിക്കപ്പെട്ടു. പിന്നെ ആ ഇരുട്ടത്ത് അവൾ കാണാതെയായി. ശ്രുതി അവിടെ തറയിൽ ഇരുന്നു കൊണ്ട് മീര മാഞ്ഞുപോയ സ്ഥലത്തിനെ നോക്കിക്കൊണ്ടേയിരുന്നു. അവൾ തിരിഞ്ഞ് ഗൗരവിനെ നോക്കി. പിന്നെ അവളുടെ മുഖത്ത് പേടിയും കുഴപ്പവും വളരെ നന്നായി കാണാൻ സാധിച്ചു. അവൾ എന്തിനാണ് നീ പോകാൻ അനുവദിച്ചത്? ഒട്ടും സമയം പാഴാക്കാതെ ഗൗരവ് ശ്രുതിയെ പിടിച്ചു. എന്നിട്ട് അവരവിടെ നിന്നും ഓടി. അവർ ലാനിലേക്ക് ചെന്നെത്തുന്നത് വരെ അവർ ഓടുന്നത് നിർത്തിയതേയില്ല. ഗൗരവ് ആ കണ്ണാടി കതക് വളരെ ഫാസ്റ്റായി മൂടി. എന്നിട്ട് ആ കതകിന് പുറത്ത് ചാരി ദീർഘശ്വാസം വലിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നീ എന്തിനാണ് അവളെ പോകാൻ അനുവദിച്ചത്? അവൾ ചത്തുപോയി. അവൾ നമ്മളുടെ മീര അല്ല. ഇല്ല, ഒരിക്കലും ഇത് സത്യമല്ല. അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നീയും ഞാനുമാണ് രക്ഷപ്പെട്ടത്. നമ്മൾ വേഗം തന്നെ ഇവിടെ നിന്ന് പുറത്തു പോയേക്കണം. ആദ്യം അർജുൻ, ഇപ്പോൾ മീര, അടുത്തത് എത്രയും പെട്ടെന്ന് നമ്മൾ രണ്ടുപേരും. ഇല്ല ശ്രുതി, നമ്മൾ രണ്ടുപേരും ഇത്ര വേഗത്തിൽ വിശ്വാസം കളയാൻ പാടില്ല. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പുറത്തു പോകാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും. ഗൗരവ് ചുമരിനടുത്ത് ചെന്ന് സഹായിക്കൂ സഹായിക്കുന്നു നിലവിളിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദം ആ ഇരുട്ടത്ത് നന്നായി കേട്ടു. കേൾക്കുന്നോ? ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും കേട്ടാൽ ദയവ് ചെയ്ത് സമാധാനം പറയൂ. പക്ഷേ തിരികെ ഒരു മറുപടിയും വന്നില്ല. ഗൗരവ് വിഷമത്തോടെ വളരെ ശോഷിച്ച് താഴേക്കിരുന്നു. ശ്രുതി ഏതോ ഒരു കുഴപ്പത്തോടെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പതുക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു, ഇവിടെ എന്താണ് നടക്കുന്നത് ഗൗരവ്? എനിക്ക് ഒന്നും അറിയില്ല ശ്രുതി. എനിക്ക് ഒരു കാര്യം മാത്രമാണ് അറിയും. ഈ ഷോ സ്റ്റോപ്പ് ആണെന്ന കാര്യം TRP പ്രശ്നം മാത്രമല്ല. ഇവിടെ ദിശ എന്ന ഒരു പെൺകുട്ടി വന്ന് സൂസൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറെ ആൾക്കാര് അവളുടെ ആത്മാവിനെ കണ്ടു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ഷോയിനെയും വിട്ടിട്ട് പോയി. അതുകൊണ്ടാണ് എന്റെ ഡാഡി ഷോയിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ആത്മാവിനെ എന്താ വേണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ രണ്ടുപേരും കൺഫെഷൻ റൂമിലേക്ക് പോകണം. കൺഫെഷൻ റൂമിലേക്കോ? അതെ, അവൾ അവിടെയാണ് സൂസൈഡ് ചെയ്തത്. വേറെ വഴിയില്ലാതെ ശ്രുതി ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ രണ്ടുപേരും ഒന്നിച്ച് വീണ്ടും ആ വീട്ടിനകത്തേക്ക് ചെന്നു. രണ്ടുപേരും അതേ പാതയിൽ കൂടി കൺഫെഷൻ റൂമിലേക്ക് ചെല്ലാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രുതിക്ക് മനസ്സിലാകാൻ തുടങ്ങി ഗൗരവ് ഇപ്പോൾ അവളുടെ കൂടെ ഇല്ലാന്ന്. ഉടനെ പേടിച്ച് അവൾ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പിന്നെ അവളുടെ കാലുകൾ നിൽക്കുന്നത് പോലെ തോന്നിയില്ല. ഗൗരവ്, ഗൗരവ്! പെട്ടെന്ന് അവളെ ആരോ തള്ളിവിട്ടു. അവൾ ചെന്ന് കൺഫെഷൻ റൂമിനകത്ത് വീണു. അവളുടെ മനസ്സ് പേടി കൊണ്ട് നിറഞ്ഞിരുന്നു. അവൾ മുകളിലോട്ട് നോക്കിയതും അവൾ പേടിച്ച് ആകെ നിലച്ചുപോയി. ഋഷിയുടെ ആത്മാവ് സീലിംഗിൽ കൂടി നടന്നുകൊണ്ട് അവളെ നോക്കി വരികയായിരുന്നു. ശ്രുതി എന്തോ ചിന്തിക്കുന്നതിനു മുൻപ് തന്നെ കതക് പെട്ടെന്ന് തുറക്കപ്പെട്ടു. ഗൗരവ് ഒരു സ്വാമിജിയോടൊപ്പം അവിടെ നിന്നുകൊണ്ടിരുന്നു.
ശ്രുതി അതേ സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. സ്തംഭിച്ചു പോയി. അതായത് ഇപ്പോൾ നടന്ന കാര്യം അത് അവൾക്കൊട്ടും തന്നെ മനസ്സിലായില്ല. സ്വാമിജി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിന്റെ ആവശ്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നിന്റെ അവസാന ബലിനെ നീ ഏൽക്കുന്നതിന് മുൻപ് നീ ഒരു വാക്ക് തരണം. ഗൗരവിനെയും അവന്റെ കുടുംബത്തിനെയും നീ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഋഷിയുടെ ആത്മാവ് പതുക്കെ ബുദ്ധിപൂർവം ശരിയെന്ന് സമ്മതിക്കുന്നത് പോലെ തല അനക്കി. ഗൗരവ് സ്വാമിജിയോടൊപ്പം നിൽക്കുകയായിരുന്നു. അവന്റെ മുഖം വളരെ ശാന്തമായിരിക്കുകയായിരുന്നു. എല്ലാ വശത്തും പേടി നിറഞ്ഞിരിക്കുന്നത് അവന് അതൊന്നും അഫക്റ്റ് ആയില്ല. ഐ എം സോറി ശ്രുതി. ദിശ എൻ്റെ അനിയത്തിയാണ്. അവൾ മന്ത്രതന്ത്രങ്ങൾ ചെയ്ത് ഇവിടെ നിന്ന് ഒരു ആത്മാവിനെ വിരട്ടിവിട്ടു. പക്ഷെ അവളെ കൊണ്ട് അത് പറ്റില്ല. കുറച്ച് ആ ആത്മ അവളുടെ ശരീരത്തിനെ തനിക്ക് സ്വന്തമായ ആത്മ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താ അറിഞ്ഞെന്ന് വെച്ചാൽ ദിശ ചെത്തുപോയതിനു ശേഷം ആ ആത്മാവിന് സമാധാനം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ സാധു പറഞ്ഞു ആ ആത്മാവിനെ സമാധാനപ്പെടുത്താൻ 3 മനുഷ്യരെ ബലിയിടണമെന്ന്. എൻ്റെ അനിയത്തിനെ നിമ്മതി വേണം. അതിനു വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഇഴക്കാൻ തയ്യാറായിട്ടുണ്ട്. നിന്നെ കൊണ്ട് പറ്റിയാൽ എന്നെ ക്ഷമിച്ചേക്ക്. ഇത് എൻ്റെ നിർബന്ധമാണ്. ഇങ്ങനെ സംഭവിച്ചതും ഗൗരവും സ്വാമിജിയും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. പിന്നെ പുറകിൽ നിന്ന് കതക് പതുക്കെ മൂടപ്പെട്ടു. ആ ആത്മാവ് ശ്രുതിയുടെ നേരെ ചാടിയതും ആ മുറിയിൽ ഒരു അറിയാവുന്ന ശബ്ദം പെട്ടെന്ന് കേട്ടു. എന്തിനാ ഇത്ര അവസരപ്പെടുന്നു? ഋഷിയുടെ ആത്മാവും ശ്രുതിയും രണ്ടുപേരും ശബ്ദം വന്ന ദിശയിലേക്ക് നോക്കി. അവിടെ അർജുന്റെയും മീരയുടെയും ആത്മാവ് നിൽക്കുകയായിരുന്നു. അവരുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ വളരെ ദേഷ്യത്തോടെ മുൻപിലേക്ക് ചാടി വീണു. എന്നിട്ട് ഋഷിയെ ആക്രമിച്ചു. കുഴപ്പത്തിനിടയ്ക്ക് മീരയുടെ ആത്മാവ് എന്തു പറഞ്ഞെന്നാൽ, ശ്രുതി, ഗൗരവിന്റെയും സ്വാമിജിയുടെയും കഴുത്തിൽ ഒരു തായത്തുണ്ട്. അതാണ് അവരെ രക്ഷിച്ചത്. നീ ചെന്ന് അത് പൊട്ടിച്ചു കളാ. ശ്രുതി പേടിച്ചു വിറച്ചുകൊണ്ട് തന്റെ കാലുകൾ ഉയർത്തി എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വരാനായി എണീറ്റ് ഓടാൻ തുടങ്ങി. ഓടുമ്പോൾ മീര തറയിലുണ്ടായിരുന്ന ഒരു പഴയ തടി കഷ്ണം കണ്ടു. അതവൾ കയ്യിലെടുത്തു. അവളുടെ കൈ വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ അവൾ ആ തടി കയ്യിലെടുത്തു. അവളുടെ മുൻപിൽ ഗൗരവും ആ സ്വാമിജിയും നടന്നു പോകുന്നത് അവൾ കണ്ടു. തന്റെ മുഴുവൻ ബലവും ഉപയോഗിച്ച് അവരുടെ തലയിൽ ആ കമ്പ് കൊണ്ട് അവൾ അടിച്ചു. അങ്ങനെ രണ്ടുപേരും മയങ്ങി താഴേക്ക് വീണു. അതിനുശേഷം ഉടനെ അവരുടെ കഴുത്തിലുണ്ടായിരുന്ന തായത്തവൾ പൊട്ടിച്ചെടുത്തു. അവരുടെ കഴുത്തിൽ നിന്നും ആ തായത്ത് പൊട്ടിച്ചതും തന്നെ ദിശയുടെ ശബ്ദം ആ സ്ഥലം മുഴുവനും കേട്ടു. ആ ശബ്ദം കേട്ട് ഗൗരവും സ്വാമിജിയും പേടിച്ചെണീറ്റു. ഗൗരവ് നോക്കിയപ്പോൾ മുൻപിൽ ശ്രുതി നിൽക്കുകയായിരുന്നു. എന്നിട്ട് സ്വാമിജിയുടെ പുറകിലായി ഓടാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഒരുപാട് സമയമായി. ഉഷയുടെ ആത്മാവ് അവരെ ആക്രമിച്ചു. അവളുടെ ദേഷ്യത്തിനെ തടയാൻ ഇപ്പോൾ ആരും തന്നെ ഇല്ല. ഒറ്റ ക്ഷണം കൊണ്ട് അവൾ അവരുടെ കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് അവരുടെ തല പിഴുതെടുത്തു. ശ്രുതി തറയിൽ വീണുപോയി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടേയിരുന്നു. കയ്യിൽ തായത്തോടൊപ്പം ആ ഭയങ്കരമായ കാഴ്ച കണ്ടിട്ട് അവൾ ആകെ സ്തംഭിച്ചു പോയി. രാത്രി കടന്നു ചെന്നു. പിന്നെ അടുത്ത ദിവസം ശ്രുതി ആ ഗേറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. അവളുടെ ഡ്രസ്സൊക്കെ കീറിയിരുന്നു. അവളുടെ കാലിലും കയ്യിലും രക്തക്കറയുണ്ടായിരുന്നു. പിന്നെ ഈ കഥ ഇതോടെ അവസാനിച്ചു.